ഭ ഭ ബ ഭയം ഭക്തി ബഹുമാനം ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്തായാലും ഒരു ഗംഭീര ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. അതിനിടയിലാണ് ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ നമുക്കറിയാം, ഇതിപ്പം തംബ്നെയിൽ കണ്ടുകൊണ്ട് ഞാൻ പടം കണ്ടിട്ട് ഗംഭീരം എന്ന് പറഞ്ഞല്ല, ഇതിനകത്ത് വീഡിയോയുടെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ രൂപേഷ് പീതാംബരൻ, തീവ്രത്തിൻ്റെയൊക്കെ സംവിധായകൻ, അതുപോലെ നമ്മുടെ കളങ്കാവലിലും DS സിറയിലും ഒക്കെ അഭിനയിച്ച ജിബിൻ ഗോപിനാഥ്, ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ച്. ജിബിൻ എനിക്ക് തോന്നുന്നു ഈ സിനിമയിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. രൂപേഷ് പീതാംബരൻ പറഞ്ഞിട്ടുണ്ട് ഗംഭീര സിനിമയാണ്. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഗംഭീര സിനിമയാണ്, കൊലത്തൂക്ക് ഐറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പലതും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ചിലതൊക്കെ റെഡി ആയേക്കാം, ചിലതൊക്കെ ഫ്ലോപ്പ് ആയേക്കാം. ഇപ്പോൾ ഉദാഹരണം, കഴിഞ്ഞ വട്ടം കളങ്കാവലിനെ കുറിച്ച് ജിബിൻ ഗോപിനാഥ് പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മലയക്കോട്ടെ വാലിബനെ കുറിച്ച് ടിനു പാപ്പച്ചൻ പറഞ്ഞു തിയേറ്റർ കുലുങ്ങുന്നു. അതൊന്നും കുലുങ്ങിയില്ല. അങ്ങനെയൊക്കെയുള്ള ശ്രമമുണ്ട്. ചിലപ്പം ഇതങ്ങ് എറിച്ചേക്കാം. ഇതുപോലെ തന്നെ ചിലപ്പം അതിഗംഭീര സിനിമയായിട്ട് വന്നേക്കാം. നമ്മളെല്ലാവരും, കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ കഷ്ടപ്പെടാം. ഒരുപാട് പേര് ഇപ്പോൾ ഫാൻ ഫൈറ്റും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കഷ്ടപ്പാടാണ് സിനിമ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരുപാട്, അത് ലൈറ്റ് ബോയ് മുതൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അതായത് സിനിമ വിജയിക്കുന്നതാണ് എപ്പോഴും, മലയാള സിനിമയ്ക്കായാലും ഏത് ഇൻഡസ്ട്രിയിലും അത് വലിയൊരു കാര്യം തന്നെയാണ്. അന്നേരം ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് അതിഗംഭീരമാണ്. സാധാരണ പടം ഗംഭീരം എന്നല്ല, അതിഗംഭീര പടമാണ്, ഇത് തൂക്കിയിരിക്കും എന്നുള്ള പറയുന്നുണ്ട്. കാരണം ഒരു മാസ് മസാല എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഇത് അടിപൊളിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അത് ദിലീപും ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും തകർക്കുന്നതിനെക്കാട്ടിൽ നമ്മുടെ ലാലേട്ടൻ തകർത്ത് ഗംഭീരമാക്കിയാൽ, ഈ പറഞ്ഞ ഇതെല്ലാം സൂപ്പറായാൽ ഈ പടം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു അതിഗംഭീര സിനിമയായിട്ട് പോലും ചിലപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന സിനിമകളിലേക്ക് മാറാനുള്ള ചാൻസും ഈ സിനിമയ്ക്കുണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞത് ശരിയാകട്ടെ.